മായ കനകമൃഗം കണ്ട് മായാ സീതയും രാമചന്ദ്രനോട് ഇത് ചെയ്താൽ ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മരുക്കമുണ്ടെത്രയുമെന്ന് തോന്നും കളിപ്പാൻ സുഖമുണ്ടിത് നമുക്കിരുന്ന് വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങ് പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതി മൈഥിലി വാക്യം കേട്ട് രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയമുണ്ടാകാതെ രാതുദാനന്മാരുണ്ട് കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിത് മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോട് ദൂരെ കുതിച്ചു ചാടുവപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായത് നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിന്നേറ്റം എന്നുറച്ചാശ വിട്ട് രാഘവരുടെ ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിയാൽ പൊന്മാനമത് കൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞത് നേരത്തത്രേ രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റ അവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാനയ്യോ പാപം ഹാ ഹാ ലക്ഷ്മണ മോ ഭ്രാതാവേ സഹോദര ഹാ ഹാ മേ വിധിബലം പാകിമാം ദയാനിധേ ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൽ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിയിടെ ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്ന് ലക്ഷ്മണ മടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമെല്ലെങ്കിലയ്യോ ലക്ഷ്മണൻ അത് കേട്ട് ജാനകിയോട് ചൊന്നാൽ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണമോ വാക്യം മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ അന്തനായി ഞാനും ഇത് കേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ പംക്തികന്ധരൻ തനിക്കതിനുള്ളുപായമെന്തറിയാതെ അരുൾ ചെയ്യുന്നതത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായയിതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചീടുകില രക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാമുഖത്തിൽ നിന്നെങ്ങനെ കൈനാദം ഭവിച്ചിടുന്നു നാഥേ ജാനകിയത കേട്ട് കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ നേരം രക്ഷോജാതിയിലത്രേ നീയുണ്ടായി നൂനം രാത്മശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ജ്ഞാനിതോർത്തിയിലയോ രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്ന് നീയും രാമന് നാശം വന്നാൽ ഗൂഢമായ എന്നെയും കൊണ്ടങ്ങ് ചെല്ലുവന്നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും നിന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലോ ചേതസി ഭാര്യ ഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും രാമനെ ഒഴിഞ്ഞ് ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലല്ലോ ഇത്തരം വാക്കുകേട്ട് സൗമിത്ത് ചെവി രണ്ടും സത്വരം പൊത്തിപ്പുന അവരോട് ചെയ്താ നിനക്ക് നാശവും മടുത്തിരിക്കുന്നു ഭാരം എനിക്ക് നിരൂപിച്ച തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി ദിഗ്ധിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചു കൊള്ളിൻ മനു വംശാധീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഫലമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാണാൻ നടന്നു സൗമിത്രയും. ഓം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ.